എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വേദിയിലേക്ക് ക്ഷണിക്കുവാനും ഇവിടെ വന്ന് 2 വാക്ക് സംസാരിക്കുവാനും അനുവദിച്ച ഇതിന്റെ സംഘാടകരോട് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഈ പുളിഞ്ചുവിട് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ശുഭാനന്ദ ഗുരുദേവന്റെ മഹനീയ നാമത്തിലൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 10-12 വർഷക്കാലം കൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ്. നിങ്ങൾക്ക് ഇവിടെയുള്ളവർക്ക് അന്വേഷിക്കാം. അതിലെ വിശ്വാസികളായി ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിന്റെ ചിട്ടകൾ, അവരനുവർത്തിക്കുന്ന ആചാരങ്ങൾ, അവരിൽ ജാതിയുടെ ചിന്തയുണ്ടോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം. അതുകൊണ്ട് വേദങ്ങൾ നമ്മളോട് ഉപദേശിക്കുന്നത്, കർത്താവായ യേശു തമ്പുരാൻ പോലും പറയുന്നത്, ബൈബിളിൽ പറയുന്ന വാക്യം, ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. ഹൃദയശുദ്ധിയുള്ള ക്രിസ്ത്യാനി ഭാഗ്യവാനാണെന്ന് ഒരിക്കലും ബൈബിൾ ഉദ്ഘോഷിക്കുന്നില്ല. ആര് ഹൃദയശുദ്ധിയോടുകൂടി ഈശ്വരനെ ഭജിക്കുന്നുവോ അവനാണ് ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. ഈ ലോക ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് കാട്ടിത്തന്ന ആ സദ്വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഈ ലോക ജീവിതത്തിൽ തന്നെ പരലോകത്തെ സ്വായത്തമാക്കിയെടുക്കുവാനുള്ള വഴിയാണ് ഈശ്വരന്മാർ, ആ ഗുരുക്കന്മാർ, ഈ പ്രവാചകന്മാർ നമുക്ക് ഓതിത്തന്നത്. ആ ഓതിത്തന്ന സദ്വചനങ്ങൾ നമ്മൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ലോക ജീവിതത്തിൽ തന്നെ നമുക്ക് സ്വർഗം, ബൈബിളിൽ പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് നിന്നെ സ്വർഗത്തിലേക്ക് ഞാൻ വീണ്ടെടുക്കുമെന്നാണ് പറയുന്നത്. ഈ മനുഷ്യൻ ഈ ലോകത്തിൽ വന്ന്, നമുക്കറിയാം ഇവിടെ നരകമാണ് ഈ ലോകം. ഇവിടെ ശാന്തിയോ സമാധാനമോ ഇല്ല, സ്വസ്ഥതയില്ല. അപ്പോ ഈ സ്വസ്ഥതയും ശാന്തിയും സമാധാനവും ഇല്ലാത്ത ലോകത്തിൽ ഇതിനെ സംജാതമാക്കുവാൻ വേണ്ടിയാണ് കാലാകാലങ്ങളിൽ ദൈവത്തിന്റെ അവതാരങ്ങളായ, അല്ലെങ്കിൽ ദൈവപുത്രന്മാര് തന്നെ, ദൈവം തന്നെ ആ അവതാരമായി വന്ന് ഈ പ്രവാചകന്മാരിൽ കൂടി ദൈവസത്യം ലോകത്തിലേക്ക് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ ദൈവസത്യം വെളിപ്പെടുത്തുമ്പോൾ ഈ നരകമായി പോയ, ഈ നശ്വരമായ ഈ പ്രകൃതി ലോകത്തിൽ ജീവിക്കുന്ന, അല്പകാലത്തേക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, മുമ്പേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവനൊന്നും യാതൊരു വിലയുമില്ല. എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും നമ്മുടെ ജീവൻ തീരും. മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വേണമെങ്കിലും തീരാൻ നമുക്കൊരു ഗ്യാരണ്ടിയുമില്ല. അപ്പോൾ ഈ അല്പനിമിഷത്തിൽ, അല്ലെങ്കിൽ അല്പ ദിവസത്തേക്ക് മാത്രം, അല്ലെങ്കിൽ അല്പനാളത്തേക്ക് മാത്രമുള്ള ഈ മനുഷ്യ ജീവിതത്തിന്റെ ഇടയിൽ സ്വർഗത്തെ അറിയുവാനും, ഈശ്വരനെ അറിയുവാനും, ഈശ്വരനെ ആരാധിക്കുവാനും, നമ്മളെ വിട്ട് അന്യമെന്ന് കരുതുന്ന നമ്മുടെ പരലോകത്തെ നമുക്ക് ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ അനുഭവിക്കുവാനും നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ഒരു മനുഷ്യ ജീവിതം അതിന്റെ യഥാർത്ഥത്തിൽ അത് പരിപൂർണതയിൽ എത്തിച്ചേരുകയുള്ളൂ. ആത്മാവെന്ന് പറയുന്ന നിത്യവും സത്യവും സനാതനവുമായ ആ വസ്തു നശ്വരവും നഷ്ടവും എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്ന ഈ ദേഹത്തിനുള്ളിലാണ് വാഴുന്നത്. ഈ ദേഹത്തിനുള്ളിൽ വാഴുന്ന ആത്മാവ് ഈശ്വരന്റെ അംശമാണ്, അത് ഈശ്വരൻ തന്നെയാണ്. ഭഗവാൻ ശുഭാനന്ദ ഗുരുദേവൻ പറയുന്നത്, നിന്നിൽ കാണാത്ത ദൈവത്തെയും നിന്നിൽ കാണാത്ത സ്വർഗത്തെയും നിനക്ക് വേറെ എങ്ങും കാണുവാൻ കഴിയാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. സ്വർഗവും ദൈവവും നമ്മളിൽ തന്നെയാണ്, നമ്മൾ തന്നെയാണ് സ്വർഗവും